ദോശമാവ് ബാക്കിയുണ്ടോ? ബാക്കിയുണ്ടെങ്കിൽ കളയാൻ വരട്ടെ കേട്ടോ. ഒരു കിട്ടിലെ യൂസാണിത്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കി എടുക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ ഈ ദോശമാവ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ദോശമാവ് വെച്ചിട്ടുള്ള പാക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ലൈവ് റിസൾട്ടാണേ. അപ്പോൾ ഞാനിത് തേക്കുന്നതിന് മുമ്പ് എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതിന് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ പറയട്ടെ, ഇത് വെളുപ്പിക്കാനുള്ള പരിപാടിയല്ല. നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക, സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് കളഞ്ഞ് സ്കിന്നിനൊന്ന് ഗ്ലോ ആക്കി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വെളുക്കും, അങ്ങനത്തെ സംഭവമൊന്നും അല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിനൊന്ന് ഹെൽത്തി ആക്കി വെക്കാനുള്ളൊരു സിമ്പിൾ ടിപ്പ് അത്രയേ ഉള്ളൂ. അപ്പം കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ദോശമാവ് വേണം. ഒരു ഉപ്പിടാത്ത ദോശമാവ് വേണം എടുക്കാനായിട്ട്. അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാമേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ കയ്യിലോ ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് പുളിച്ച മാവായതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് പറ്റണമെന്നില്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് തീരെ പറ്റാത്തൊരു സംഭവമാണിത്. എങ്കിലും നിങ്ങളിതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് പകുതി ഉണങ്ങൂലേ, പകുതി ഉണങ്ങി വരുന്ന സമയത്ത് ഇതൊന്ന് സ്ക്രബ് ചെയ്യുക. പിന്നെ ഞാൻ പറയട്ടെ, ഇത് ആദ്യമേ നമ്മൾ ചില പാക്കൊക്കെ ഇടുമ്പോഴത്തേന് നമ്മളെന്താ ക്ലെൻസ് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇത് തലേദിവസം നമ്മൾ അരച്ച് വെച്ച് ഇത് പുളിച്ച മാവായതുകൊണ്ട് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും നമ്മുടെ ഫേസിന്. പിന്നെ നല്ല എന്താ പറയുക, നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ മാറ്റും. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യും. കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പണ്ട് കുരുക്കൾ വന്നതിൻ്റെ പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകും കേട്ടോ. പിന്നെ എന്നെപ്പോലെ പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യാൻ നിൽക്കണ്ട, മൈൽഡായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. നമ്മുടെ കൊറിയക്കാരുടെയൊക്കെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് അരിയും അല്ലെങ്കിൽ ഉഴുന്ന്, കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, അങ്ങനത്തെ സാധനങ്ങൾ, ചോറ്, അതൊക്കെയാണല്ലോ അവരെ സ്കിൻ കെയറിൽ കൂടുതലും ഉൾപ്പെടുത്തുന്നത്. നമുക്ക് അതേപോലത്തെ ഒരു സ്കിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഉള്ള സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഹോം റെമഡീസാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ തുടങ്ങുമ്പോൾ മുമ്പുള്ള എൻ്റെ സ്കിന്നും ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ. ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല.